ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് 2025 ജൂലൈ 6 തീയതി മുതൽ ജൂലൈ 12 തീയതി വരെ വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള അത്രയും ദിവസത്തെ 27 നക്ഷത്ര ജാതകരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. കബഡി പ്രശ്നത്തിലൂടെയാണ് ഈ ഒരു വാരഫല വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. മേട രാശി മുതൽ മീനരാശി വരെയുള്ള 12 രാശികൾക്ക് ഓരോ തവണ കബഡി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് കിടക്കാം. വാരഫല വീഡിയോയിൽ ആദ്യമായി മേട കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ച എങ്ങനെ നമുക്ക് നോക്കാം. മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് അടുത്ത ഒരാഴ്ച നിലനിൽക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ സൗന്ദര്യപ്പിണക്കം, അങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറാൻ വിഘ്നേശ്വര പ്രീതി, അതുപോലെ തന്നെ കുടുംബ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടും നടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നത് തന്നെയാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. വീട് പണിയുന്നവർക്ക് ചെറിയ തോതിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അടുത്തൊരാഴ്ച ഉണ്ടാകുന്നതാണ്. കാരണം ആ ഒരു ബഡ്ജറ്റിംഗ് പ്രോപ്പറായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുകൾ, ചിലവുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അടുത്തൊരാഴ്ച കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർക്കും അടുത്ത ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറി നിൽക്കുന്നതാണ്. ഹനുമാൻ സ്വാമി കടാക്ഷം, അതുപോലെ തന്നെ ശിവ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും ഉള്ളത് കൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അങ്ങനെ ഉണ്ടാവുന്നതല്ല. സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കുക. അടുത്തതായി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ, ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ച വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കാൽമുട്ടിന് വേദന, ഭക്ഷണ സംബന്ധമായിട്ടുള്ള പുറത്തു നിന്നുള്ള ഭക്ഷണം, പരിചയമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് വഴി അങ്ങനെയുള്ള ഫുഡ് അലർജി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, ഓവറായിട്ടുള്ള തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ നല്ല സമയമാണ്. പൊതുവെ സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അടുത്ത ഒരാഴ്ച വളരെ അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമാണ്.
ചിലവുകൾ നിയന്ത്രിച്ച് നിർത്താൻ സഹായകരമാകുന്ന ദൈവാധീനം നല്ല രീതിയിലുള്ള, അതുപോലെ ഭാഗ്യപരമായിട്ട് കടാക്ഷിച്ചു നിൽക്കുന്ന നല്ല ഒരു വാരമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ആരോഗ്യപരമായിട്ട് മാത്രം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്ര ജാതകരായ മകൈരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. പ്രത്യേകിച്ച് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ജോലിയിൽ ഉള്ള തടസ്സങ്ങൾ എല്ലാം മാറി നിൽക്കുന്നു. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. ഞാൻ പറയുന്നത് പൊതുവെയുള്ള നക്ഷത്ര ഫലമാണ്. പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഇത് 100% വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതികൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദശാസന്ധി, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിന് ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നു. അപ്പം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെയുള്ള നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത്. അപ്പം മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യപരമായിട്ട് നല്ല സമയമാണ്. പക്ഷെ ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യത, കൈവിട്ടുള്ള ചിലവുകൾ, അതെല്ലാം ഈ ഒരു വാരം വരുന്ന ഒരാഴ്ച കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അതുപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടുള്ള അങ്ങനെയുള്ള ഭക്ഷണം നിമിത്തം ഫുഡ് അലർജി കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും കാണിക്കുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യപരമായിട്ടുള്ള തടസ്സം അടുത്ത ഒരാഴ്ച കാണിക്കുന്നതാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ ഒരു പൂർണ്ണതയിൽ എത്താനുള്ള ബുദ്ധിമുട്ട്, ദൈവാധീനം ഒരല്പം കുറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ പോലും കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി നേടണം. അങ്ങനെയുണ്ടെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ, വഴക്കിനുള്ള സാധ്യതകൾ, അതായത് ദമ്പതികൾക്കിടയിലുള്ള സൗന്ദര്യ പിണക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വാഹനമെടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള മടി ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ചെറിയ തോതിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കവടിയിലെ പ്രശ്നത്തില് കണ്ടതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയം തന്നെയാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും കാണിക്കുന്നത്. സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കുക. ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ടും അതുപോലെ തന്നെ കുടുംബത്തായാലും അങ്ങനെയുള്ള സംസാര രീതി നിമിത്തം പുതിയ അങ്ങനെ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇടകലർന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. അതായത് സാമ്പത്തികപരമായിട്ട് ഭദ്രത ഉള്ള ഒരു വാരമാണ്. പക്ഷെ ചിലവുകൾ ചില സമയത്ത് കൈവിട്ടു പോകുന്ന രീതിയിലുള്ള ചിലവുകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബഡ്ജറ്റിന് പുറത്തോട്ടുള്ള അങ്ങനെയുള്ള ചിലവുകൾ കാണിക്കുന്നുണ്ട് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ബിസിനസ് സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്.
സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായി തൃപ്തികരമായ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ പിതാവ് വഴിയുള്ള ബന്ധുക്കൾക്കോ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കബഡി പ്രശ്നത്തിൽ കണ്ടതാണ്. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്, ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സം അടുത്ത ചൊവ്വാഴ്ച വരെ കാണിക്കുന്നുണ്ട്. അതുപോലെ ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പുറത്തു പോകാൻ വിസ സംബന്ധമായി അങ്ങനെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക്, അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്കും ചെറിയ തോതിലുള്ള തടസ്സം അടുത്ത ചൊവ്വാഴ്ച വരെ കാണിക്കുന്നതാണ്. കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും ദൈവാധീനം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. കുടുംബദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശിവ പഞ്ചാക്ഷരവും വിഷ്ണു സഹസ്രനാമവും ദിവസവും ജപിക്കേണ്ടതാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും അതുപോലെ നിലവിൽ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ നേരിടുന്നവർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിൽക്കുന്നതാണ്. കന്നിക്കൂർ നക്ഷത്ര ജാതകർ ഭാഗ്യപരമായിട്ട് നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് കാണിക്കുന്നത്. അടുത്ത ഒരാഴ്ച നല്ല രീതിയിൽ സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന വാരം. അതുകൊണ്ട് തന്നെ സരസ്വതി മന്ത്രം ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി, അതുപോലെ തന്നെ സന്ധ്യാസമയത്തും വിളക്ക് തെളിയിച്ച് സരസ്വതി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ധനപരമായിട്ട് ഉള്ള നഷ്ടം കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്കും വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇടകലർന്ന ഒരു വാരമായിട്ടാണ് കബഡിയിൽ പ്രശ്നം വെച്ചപ്പോൾ കണ്ടത്. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം അടുത്ത ചൊവ്വ ബുധനാഴ്ച വരെ ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ജോലിയിൽ ചെറിയ സ്ട്രെസ്, അങ്ങനെ ഓവറായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ IT മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഒരുപാട് അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് പേരൻസുമായി ഉള്ള വാക്കുതർക്കങ്ങൾ, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അങ്ങനെയുള്ള സൗന്ദര്യപ്പിണക്കം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെറിയ തോതിൽ ഉണ്ടാകുന്നതാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ഭാഗ്യപരമായിട്ട് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദിവസവും മഹാലക്ഷ്മി മന്ത്രം, മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. സാമ്പത്തിക ഭദ്രത തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ നല്ല അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തോതിലുള്ള തടസ്സം വിവാഹം ആലോചിക്കുന്നവർക്കും ഉണ്ടാവുന്നതാണ്. വീട് പണിയുന്നവർക്കും അങ്ങനെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് മാറി നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല. അതുപോലെ തുലാക്കൂർ നക്ഷത്ര ജാതകർ സംസാരം നല്ല രീതിയിലൊന്ന് ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക. സംസാര നിമിത്തം മറ്റുള്ളവർക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കുക. അങ്ങനെയുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇടകലർന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത്
വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകരായ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വന്നു ചേരുന്നു. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അങ്ങനെ ജോലി സംബന്ധമായി പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ തന്നെ കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ ചെറിയ തോതിൽ ഉണ്ടാകുമെങ്കിലും അത് അങ്ങനെ കൂടുതൽ ബാധിക്കുന്നതല്ല. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായും നല്ല ദൈവാധീനം, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ശിവ ഭഗവാന്റെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അപ്പോൾ ദിവസവും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറി നിൽക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ഭാഗ്യപരമായി വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ വീട് പണിയാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്കും വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂർ നക്ഷത്ര ജാതകർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന വാരമായിട്ടാണ് കവിതയിൽ കണ്ടത്. ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യപരമായിട്ട് വളരെ നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. നിലവിൽ ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നു. അതുപോലെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഉണ്ടാകാനുള്ള ഭാഗ്യവും ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അങ്ങനെയുള്ള ധനനഷ്ടങ്ങൾ ഒന്നും ഈ ഒരാഴ്ച നിങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതല്ല. പക്ഷെ ചിലവുകൾ ചെറിയ തോതിൽ കൂടി നിൽക്കുന്നതാണ്. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും വളരെ നല്ല സമയമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായിട്ട് വളരെ നല്ല ഒരു വാരമാണ്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് ചെറിയ തോതിലുള്ള ദൈവാധീനം കുറഞ്ഞ് നിൽക്കാനുള്ള സാധ്യത അടുത്തൊരാഴ്ച കാണിക്കുന്നുണ്ട്. അപ്പം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രസക്തി നൽകുക. പ്രത്യേകിച്ച് കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. ശിവപഞ്ചാക്ഷരം 108 തവണ ജപിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിയിലുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കും. ആരോഗ്യപരമായിട്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥത, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാൽമുട്ടിനുള്ള വേദന, അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതയും മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യപരമായി നല്ല ലക്കി ആയിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരം. സാമ്പത്തികപരമായിട്ട്
അങ്ങനെ ഉള്ള ഇഷ്യൂസ് എല്ലാം, ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നു. അവർക്ക് ഫിനാൻഷ്യലി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല ഒരു വാരമാണ്. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷൻസ്, കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നു. വിവാഹം ആലോചിക്കുന്നവർക്കും ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുന്നവർക്കും വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും 3 തവണ ജപിക്കുക. മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. അതുപോലെ തന്നെ മാതാവ് വഴിയുള്ള ബന്ധുക്കൾ, പ്രത്യേകിച്ച് അമ്മാവൻ, അമ്മായി, അങ്ങനെയുള്ള റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. അതുപോലെ കുംഭക്കൂർ നക്ഷത്ര ജാതകരുടെ സിബ്ലിങ്സ്, അവരുടെ സഹോദരന്മാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്കും ഔദ്യോഗികപരമായി അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അങ്ങനെ സഹോദരങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രം മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ് അടുത്ത ഒരാഴ്ച. പ്രത്യേകിച്ച് ശിവഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം, അതുപോലെ നരസിംഹ സ്വാമിയുടെ അനുഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഒന്നും തന്നെ മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഏൽക്കുന്നതല്ല. പക്ഷേ മീനക്കൂർ നക്ഷത്ര ജാതകരുടെ സംസാര രീതി നിമിത്തം മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സംസാരം നല്ല രീതിയിൽ ഒന്ന് ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിക്കുക. പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ട്, അതുപോലെ കുടുംബത്ത് അങ്ങനെയുള്ള സംസാര നിമിത്തം മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമാണ്. ധനപരമായിട്ട് നല്ല ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്ന, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കടാക്ഷിച്ചു നിൽക്കുന്ന വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാതാവിന്, അതല്ലെങ്കിൽ പിതാവ് വഴിയുള്ള ബന്ധുക്കൾക്കോ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണം മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരും ഒന്ന് നിയന്ത്രിക്കുക. പരിചയമില്ലാത്ത അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ഫുഡ് അലർജി കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് പുറത്തു പോകാൻ വിസ കാര്യങ്ങൾ ഒക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മൊത്തത്തിൽ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്ര ജാതകരുടെ ഫലം. എൻ്റെ ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും, അതുപോലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കബഡി പ്രശ്നത്തിലൂടെ കണ്ടറിഞ്ഞ് സോൾവ് ചെയ്യാനും അതിന്റെ പരിഹാരങ്ങൾക്കുമായി എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ടും മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ വിളിച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.